വാദ മദ്യനിർമ്മാണ കമ്പനിക്ക് വെള്ളം അനുവദിക്കാനുള്ള നീക്കത്തിൽ ബിജെപി പ്രതിഷേധിക്കുകയാണ്. വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണാനായി ബിജെപി പ്രവർത്തകർ അവിടെ എത്തുമ്പോൾ പോലീസ് തടയുകയാണ്. മദ്യനിർമ്മാണത്തിന് കുടിവെള്ളം നൽകാൻ അനുവദിക്കില്ല എന്ന പ്രവർത്തകർ ഒരുമിച്ച് പറയുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണാതെ അവിടെ നിന്നും മടങ്ങില്ല എന്നാണ് സി കൃഷ്ണകുമാർ നേതൃത്വത്തിലെത്തിയിരിക്കുന്ന ബിജെപി പ്രവർത്തകർ പറയുന്നത്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ബിജെപി ഉപരോധം തുടരുകയാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണാൻ എന്താണ് ബിജെപി പ്രവർത്തകർക്ക് കഴിയാത്തത്? അകത്തേക്ക് കയറ്റിവിടുന്നില്ല പോലീസ് എന്ന് വേണം മനസ്സിലാക്കാൻ. അറസ്റ്റ് ചെയ്ത് നീക്കിക്കോളൂ എന്നാണ് ഇപ്പോൾ ബിജെപി പറയുന്നത്. അധികമായി ബിജെപിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഇവിടേക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണാൻ വേണ്ടി എത്തിയതാണ്. കൽമണ്ഡലത്തുള്ള വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കാണ് ബിജെപിയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ എത്തിയത്. ബ്രൂവറിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ജല അതോറിറ്റി എടുത്തിട്ടുള്ള തീരുമാനം പിൻവലിക്കണം, ബ്രൂവറിക്ക് ഒരിക്കലും ജല അതോറിറ്റി നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആവശ്യം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് നേതാക്കൾ ഇവിടേക്ക് എത്തിയത്. പക്ഷേ ഇവരെ പോലീസ് തടയുകയായിരുന്നു. ഓഫീസിനകത്തേക്ക് മുഴുവൻ പ്രവർത്തകരെയും കടത്തിവിടാൻ കഴിയില്ല എന്നുള്ള തീരുമാനത്തിലാണ് പോലീസ് നിലവിൽ ഇപ്പോഴും ഉള്ളത്. 2 പ്രവർത്തകരെ വേണമെങ്കിൽ മാത്രം കടത്തിവിടാം, പക്ഷേ മറ്റുള്ള ആരെയും തന്നെ അതിനകത്തേക്ക് കടത്തിവിടില്ല എന്നുള്ള ഒരു തീരുമാനം പോലീസ് എടുത്തതോടുകൂടിയാണ് പിന്നീട് ബിജെപിയുടെ കൂടുതൽ പ്രവർത്തകർ ഈ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് എത്തുകയും പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പിലുള്ള കവാടത്തിൽ അവരെ ഇപ്പോൾ പോലീസ് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ മുഴുവൻ പ്രവർത്തകരെയും ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോലീസും കടന്നിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് നീക്കിയാൽ പോലും തങ്ങൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന തീരുമാനത്തിലാണ് ബിജെപിയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളത്. യുമോർച്ചയുടെയും ബിജെപിയുടെയും നേതാക്കളും പ്രവർത്തകരുമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ, പ്രത്യേകിച്ചും എലപ്പുഴയിലെയും ചിറ്റൂരിലെയും നേതാക്കൾ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് അല്പസമയം മുമ്പ് ഈ പരാതി അറിയിക്കാൻ വേണ്ടി ബിജെപി പ്രവർത്തകർ സംഘമായി തന്നെ ഈ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് എത്തിയത്. പക്ഷേ ആരെയും തന്നെ ഈ ഓഫീസിനകത്തേക്ക് പ്രവേശിക്കാൻ പോലീസ് അനുമതി നൽകിയിരുന്നില്ല. ഏതായാലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് ബിജെപി പ്രവർത്തകരുടെയും യുമോർച്ച പ്രവർത്തകരുടെയും തീരുമാനം. ദൃശ്യങ്ങളിൽ കാണാം, പോലീസ് ഉൾപ്പെടെ ഇവിടേക്ക് വലിയ രീതിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ കൂടുതൽ സംഘങ്ങൾ ഈ മേഖലയിലേക്ക് എത്തുന്നു. പ്രവർത്തകരെ മുഴുവൻ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുമെന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പോലീസും പ്രവർത്തകരും തമ്മിൽ വീണ്ടും ഇപ്പോൾ ഉന്തും തള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. നിലവിൽ അകത്തേക്ക് പ്രവേശിക്കാൻ ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉൾപ്പെടെ മറ്റ് പ്രവർത്തകർ ഇപ്പോൾ ഓഫീസിനകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നു. പോലീസിനെ ബലമായി മാറ്റിക്കൊണ്ട് ഓഫീസിനകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. ഇവരെ പിടിച്ചു മാറ്റുന്നതിനും ഇവിടെ നിന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനും കൂടുതൽ പോലീസ് സേനയും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ബിജെപിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളെ പിടിച്ച് പുറത്തേക്ക്, ഓഫീസിനെ പുറത്തേക്ക് എത്തിക്കുന്നതിൻ്റെ കാഴ്ചകളും ദൃശ്യങ്ങളുമാണ് കാണുന്നത്. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ പോലീസിനെ മാറ്റി ഈ കവാടത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരെ ഓഫീസിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കിയില്ല. അവരെ ഈ കവാടത്തിന് തൊട്ടപ്പുറത്ത് വെച്ച് തന്നെ സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് നിലവിൽ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. പോലീസിനെ വകഞ്ഞു മാറ്റി ഇപ്പോൾ അകത്തേക്ക് കയറാനുള്ള ശ്രമവും ഈ നേതാക്കൾ നടത്തുന്നുണ്ട്. കൂടുതൽ പോലീസ് സേനയും ഈ മേഖലയിലേക്ക്, വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള തീരുമാനവുമുണ്ട്. പ്രവർത്തകർ ഇപ്പോൾ പോലീസിന് നേരെ വാക്കേറ്റം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് കാണുന്നത്.
BJP പ്രവർത്തകർ അവിടെ നിന്ന് തള്ളിക്കയറാൻ ശ്രമിക്കുകയാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് പോലീസ് തടയുന്നുണ്ട്.